നിങ്ങൾ എന്നെ സ്ത്രീയായിട്ടൊന്നും കാണരുത്, കാരണം എനിക്ക് ജന്മം നൽകുവാൻ സാധിക്കുകയില്ല. പ്രിയേശ നമസ്കാരം. ആ വാക്കുകൾക്കൊരായിരം നന്ദി. സമൂഹം അംഗീകരിക്കുന്നത് പോലെ ഒരു ലേഡിയല്ല ഞാൻ. എന്നെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം, എനിക്ക് എങ്ങനെ അക്സെപ്റ്റ് നേടണം എന്ന് എനിക്കറിയാം. മറ്റുള്ള ആളുകളെക്കാൾ നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ഇത് റിയാലിറ്റിയാണ്. ഇന്ന് എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ ഞാൻ AC കാറിൽ പോകുന്നു, AC ട്രെയിനിൽ പോകുന്നു, AC റെസ്റ്റോറൻറ്റിൽ പോകുന്നു. ഇതിനൊക്കെ മുമ്പുള്ളൊരു റിയ ഉണ്ടായിരുന്നു. സർജറി ഒക്കെ ചെയ്ത സമയത്ത് യൂറിൻ ബാഗും പിടിച്ച് കൈ പിടിച്ച് നടക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ട്രാൻസ്ഫോമിലോട്ട് മാറിയ സമയത്ത് ആ കുടുംബക്കാർക്ക് ഒരു അപമാനമായിരുന്നു അറിയാം. തീർച്ചയായിട്ടും ഇതൊക്കെ ചോദിക്കുന്നത്, നിന്നെ സുന്നത്ത് ചെയ്തപ്പോൾ ഞാനല്ലേ കുളിപ്പിച്ചത്, നീ ആണായിരുന്നില്ലേ? അപ്പോഴെല്ലാം ചേർത്ത് പിടിച്ചത് ഉമ്മയല്ലായിരുന്നു. ഓ തീർച്ചയായിട്ടും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിം വർഗീസ്. സീരിയൽ ടൂയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. നിങ്ങൾ എന്നെ സ്ത്രീയായിട്ടൊന്നും കാണരുത്, കാരണം എനിക്ക് ജന്മം നൽകുവാൻ സാധിക്കുകയില്ല. പേരെടുത്ത് വിളിക്കാം, ട്രാൻസ്ഫോമർ. റിയേഷ നമസ്കാരം. നമസ്കാരം. ഒത്തിരി സന്തോഷം കേട്ടോ. കാരണം ചെയ്യുന്ന പ്രവൃത്തിയും പറയുന്ന വാക്കുകളും ഇത്രമേൽ ജനങ്ങളിൽ സ്പർശിക്കണമെന്നുണ്ടെങ്കിൽ ആ വാക്കുകൾക്കൊരായിരം നന്ദി. താങ്ക് യു. ആ ഒരു വാക്ക് അല്ലെങ്കിൽ അങ്ങനൊരു വാക്യം സംഭവിച്ചത് എങ്ങനെയായിരുന്നു? അജിൻ, ഇത് സത്യം പറയുകയാണെങ്കിൽ ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 4-5 വർഷം മുമ്പ് സർജറി കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ എന്നോട് ചോദിച്ചു, ഇപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞിട്ടില്ലേ, അപ്പം ഇനി ഒരു സ്ത്രീ ആയിട്ട് കണ്ടുകൂടെ എന്ന് ചോദിച്ചിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്രസ്താവന. ഇത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒരു ട്രാൻസ്ഫോമറായിട്ട് കണ്ടാൽ മതി എന്നുള്ളത്. എൻ്റെ പഴയ ഇൻ്റർവ്യൂസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. വാക്കുകൾ അന്ന് പറഞ്ഞിട്ട്. പക്ഷെ അന്ന് സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് ഒരു ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിൽ അതാരും അറിയപ്പെട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അന്ന് ഞാൻ കണ്ട സെയിം സാധനം തന്നെയാണ് ഞാൻ ഇന്ന്. ഇപ്പോൾ എൻ്റെ സിനിമ ഇറങ്ങുന്നത് തലേ ദിവസം നല്ല ടെൻഷനിൽ നിൽക്കുന്ന സമയത്ത് മീഡിയാസിൻ്റെ മുമ്പിൽ അവർ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഒരു ആൻസർ എഴുതുക. പക്ഷേ അത് എല്ലാ കേരളം മൊത്തം ഒന്നടങ്കം അത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം, എന്തെന്നില്ലാത്തൊരു ഹാപ്പിനെസ് ഇപ്പം ഉണ്ട്. ആ പറഞ്ഞ വാക്കുകൾ ഞങ്ങളുടെ ക്യാമറയെ നോക്കി ഒന്നുകൂടെ ഒന്ന് പറയുമോ? തീർച്ചയായിട്ടും. നമ്മൾ സമൂഹം അംഗീകരിക്കുന്നത് പോലെ ഒരു ലേഡിയല്ല ഞാൻ. അപ്പം അത് നമ്മുടെ ശരീരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഹോർമോൺസുകൾ, ക്രോമോസോമുകൾ, അതുപോലെ മാനസികാവസ്ഥ, ഇതെല്ലാം നമുക്ക് ഒരു സ്ത്രീയുടെയും ശരീരം മാത്രം, ഘടന മാത്രം ഒരു പുരുഷൻ്റെ ആയത് സ്ഥിതിക്ക് നമുക്ക് ആ ശരീരത്തെ മാത്രം നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളത് കൊണ്ട് ആ ശരീരത്തെ ചെയ്ത ഒരു സ്ത്രീ ആയതാണ് ഞാൻ. അപ്പം അതിന് എന്നെ സംബന്ധിച്ച് എൻ്റെ ഉള്ളിൽ നിന്ന് വന്നൊരു വേർഡാണത്. കാരണം വെച്ചാൽ എന്നെ ഒരു ട്രാൻസ് വുമണായിട്ട് കണ്ടാൽ മതി. എന്തിനാണ് നമുക്ക് ആവശ്യമില്ലാത്ത പട്ടങ്ങൾ നമുക്ക് തരേണ്ട ആവശ്യം? എനിക്ക് ജീവിക്കാൻ കംഫർട്ടായിട്ടുള്ള ഈ ഒരു ഇതിൽ ആ ഒരു ആ സാറ്റിസ്ഫാക്ഷനിൽ ഞാൻ ജീവിച്ച് തീർത്തോളാം. അപ്പോൾ അതിലെനിക്ക് നിങ്ങളായിട്ട് എന്താ പറയുക, ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനെയായിട്ട് എനിക്കൊരു ഇത് തരണം, എനിക്കൊരു നിർബന്ധവുമില്ല. എനിക്ക് അങ്ങനെ ഒരു അംഗീകാരം വേണ്ട. ലേഡി എന്നുള്ളൊരു അംഗീകാരം വേണ്ട. തീർച്ചയായിട്ടും എനിക്ക് ലേഡി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് സമൂഹം അംഗീകരിക്കുന്ന ലേഡി. ഞാൻ എന്നൊരു വ്യക്തി, എൻ്റെ ഉള്ളിലുള്ള ഒരു ലേഡി ഉണ്ട്, ആ ഒരു ലേഡി ആയാൽ മതി എനിക്ക്. അല്ലാതെ സമൂഹം അംഗീകരിക്കുന്ന രീതിയിൽ അവർക്ക് പ്രഗ്നൻസി, പീരീഡ്സ്, ഇതെല്ലാം കൂടെ പൂർണ്ണമായിട്ട് അങ്ങനത്തെ രീതിയിലാണ് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടല്ല ലേഡി. ഈ വാക്കുകൾ പറയുമ്പോഴും കൂടുള്ള കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരെന്തെങ്കിലും വഴക്ക് പറയുവോ, അല്ലെങ്കിൽ റിയ എന്തിനിത് പറഞ്ഞു എന്ന് പറയുവല്ലോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഞാൻ ആ ഗ്രൂപ്പിൽ കേട്ട സമയത്ത് അപ്പോൾ കണ്ടില്ലേ, റിയ നല്ല ഇത് പറഞ്ഞ സമയത്ത് റിയയ്ക്ക് നല്ല പോസിറ്റീവ് കമൻസുകളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളൂ. നെഗറ്റീവായിട്ടൊന്നും ആരും പറഞ്ഞിട്ടില്ല. റിയ ഒരു 8 കൊല്ലം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ആളുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് മടിയായിരുന്നു. പക്ഷെ ആ കാലഘട്ടം അല്ലല്ലോ ഇന്ന്. നിങ്ങളെ ആളുകൾ ചേർത്ത് പിടിക്കുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലെന്താ പറയുള്ളത്? തീർച്ചയായിട്ടും ജനങ്ങളെല്ലാവരും നല്ല രീതിയിൽ നമ്മൾ കൊടുക്കുന്ന സാധനം തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. അതെനിക്ക് തിരിച്ചു കിട്ടാറുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല അക്സെപ്റ്റൻസും കിട്ടാറുണ്ട്. എവിടെ പോയാലും 1000 ആൾക്കാരുണ്ടെങ്കിലും ഞാൻ എപ്പോഴും ഒരു ഫെയിമായി കിട്ടാറുണ്ട് എനിക്ക്. പക്ഷെ അപ്പോഴും ചില ആളുകൾ, നിങ്ങളുടെ സംഘടന ഉള്ളവർ തന്നെ ട്രാൻസ് വുമൻസ് ഒക്കെ ഭയങ്കര അലമ്പുണ്ടാക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, കാര്യമില്ലാത്തതിന് തമ്മിൽ തല്ലുന്നു.
അതൊക്കെ കണ്ണുകൊണ്ട് കാണുമ്പം റിയയ്ക്ക് എന്തോ അവരോട് പറയാനുള്ളേ? അത് നിങ്ങളെയും കൂടെ ഒരുമാതിരി നെഗറ്റീവിലോട്ട് കൊണ്ടുപോകല്ലേ? ഒരിക്കലുമില്ല. കാരണം എന്നെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. എനിക്ക് എങ്ങനെ അക്സെപ്റ്റ് നേടണം എന്ന് എനിക്കറിയാം. അത് ഒരു ഒരു അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ തന്നെ പറയാം. ആ സുഹൃത്തുക്കൾ ചെയ്തതിൻ്റെ ഫലം ഞാൻ അനുഭവിക്കുന്നു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പം ഇപ്പം അടുത്ത് നടന്ന ആ സമരത്തിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ വീഡിയോ കണ്ടിരുന്നോ? ഞാൻ കണ്ടിരുന്നു. ഞാനും അപൂർവം 1-2 ആൾക്കാരോട് പേഴ്സണലി എന്നോട് ചോദിച്ചത്, ഞങ്ങളുടെ കമ്മ്യൂണിറ്റി തന്നെ ചോദിച്ചപ്പോൾ എന്തിനാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതെന്ന് ഞാൻ ചോദിച്ചത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കേസ് വന്നു. ആ കേസ് അത് കോടതിയിൽ ചെന്ന് ഞങ്ങൾ നിരപരാധികളാണ് എന്ന് തെളിയിക്കേണ്ട സമയത്ത് അവിടെ പോയി സമരം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പോലീസ് സ്റ്റേഷന്റെ മുമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പോലീസ് SIനെ മാറ്റണം എന്നൊക്കെ പറയേണ്ട ആവശ്യമില്ല. അത് അവർ ചെയ്ത തെറ്റ് എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പക്ഷേ അതിലേക്ക് കുറേ അവരുടെ ചിലപ്പം അറിവില്ലായ്മയായിരിക്കാം, ചിലപ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവർ കുറേ മുമ്പും കുറേ അനുഭവിച്ച കുറേ സാധനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഫ്രസ്ട്രേഷനൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. ഈ മറ്റുള്ള ആളുകളെക്കാൾ നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ഇത് റിയാലിറ്റിയാണ്. 100%. ഇപ്പം ഒരു വൈകല്യമുള്ള ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ അതിനോട് കരുണയാണ് നമ്മൾ കാണിക്കുന്നത്, അല്ലേ? പക്ഷേ ഇത് നമ്മുടേതല്ലാത്ത തെറ്റാണ്. 100%. ആർക്കാണ് അജിൻ ഇങ്ങനെയൊരു ഇതിലേക്ക് മാറാനും അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കാനൊക്കെ കഴിയുക? അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഇതിൽ നമുക്ക് കിട്ടുന്ന അവഗണന കാരണം ഇന്ന് എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ ഞാൻ AC കാറിൽ പോകുന്നു, AC ട്രെയിനിൽ പോകുന്നു, AC റെസ്റ്റോറൻറ്റിൽ പോകുന്നു. ഇതിനൊക്കെ മുമ്പുള്ളൊരു റിയ ഉണ്ടായിരുന്നു. ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാതെ ഒരു മുട്ട റൈസ് വാങ്ങിയിട്ട് 2 നേരം കഴിച്ചതും മൂട്ടകടി കണ്ട് റൂമിൽ കിടന്നതും, ഇതൊക്കെ ഏതൊരു സക്സസിൻ്റെ ആൾക്കാരുടെയും ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു സ്റ്റോറി ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു. ഇന്ന് എനിക്ക് അവരത് അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ടാവും തീർച്ചയാണ്. അപ്പം ഒരുപാട് പരിഹാസങ്ങൾ, കാരണം നമ്മളൊന്ന് നടന്ന സമയത്ത് ഇതിൻ്റെ ഒരു രൂപത്തിൽ നിന്ന് മാറി ഇന്ന് എൻ്റെ ഈ പഴയ കോലമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അജിൻ തന്നെ ചിലപ്പോൾ നെട്ടും. അത്ര വൃത്തികെട്ട കോലമായിരിക്കും. ചിലപ്പോൾ ഞാൻ വിഗും വെച്ച് ബ്രഷിന് ഈ പറയും പോലെ ചിരട്ടയല്ല പഞ്ഞിയും വെച്ച് നടക്കണ കുറേ കാലം ഉണ്ടായിരുന്നു എനിക്ക്. കാരണം സ്ത്രീ എന്ന കാഴ്ചപ്പാട് മാത്രമായിരുന്നു. ഇത് രൂപത്തിൽ മാറണം എന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു എൻ്റെ ഉള്ളിൽ. അന്നത്തെ കാലത്ത് കാണുന്ന അതിൽ നിന്ന് ഇതിലേക്ക് വരെ എത്തിപ്പെടാനിടുന്ന നമ്മുടെ ഹെയർ വളർച്ചകൾ, രോമ വളർച്ചകൾ, ഓരോ പെയിൻഫുൾ ആയിട്ടുള്ള സർജറിയൊക്കെ ചെയ്ത സമയത്ത് യൂറിൻ ബാഗും പിടിച്ച് കൈ പിടിച്ച് നടക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. 8 ആങ്ങളമാരില്ലായിരുന്നോ? എന്ത് ചെയ്യായിരുന്നു അവരൊക്കെ? 6 ഏട്ടന്മാരുണ്ടായിരുന്നു. അവരൊക്കെ ശരിക്കും ഞാൻ അവരെയൊന്നും ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ഞങ്ങളുടെ ഒരു ഏരിയകളിലേക്കുള്ളൊരു നാടാണ്. അപ്പോഴും റിയ ഞാൻ അറിയാൻ കഴിഞ്ഞത് ഒരു മുസ്ലിം ഫാമിലിയാണ്, 6 ഏട്ടന്മാരുണ്ട്. റിയ ഈ ഒരു ട്രാൻസ്ഫോമിലോട്ട് മാറിയ സമയത്ത് ആ കുടുംബക്കാർക്ക് ഒരു അപമാനമായിരുന്നു റിയ. തീർച്ചയായിട്ടും അപമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏട്ടന്മാർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വെറുതെ പേര് വിളിച്ചിട്ട് അവനിപ്പം പെണ്ണായില്ലേ, അവനിപ്പോൾ എവിടെ അറിയാം, എങ്കിലും ഇത് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അവരൊരുപാട് വേദന സഹിച്ചിട്ടുണ്ടാവും. എന്തൊക്കെ കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും? അയ്യോ, ഞാൻ അവർക്ക് എന്തിനാണ് ഞങ്ങളിങ്ങനെ വേദനിപ്പിക്കാൻ വേണ്ടി നീ നാട്ടിലേക്ക് ഇറങ്ങുന്നത്, നിനക്ക് വേറെ എവിടെയെങ്കിലും പോയി ജീവിച്ചൂടെ എന്ന് ചോദിക്കുന്നതാണ്. ഇതൊന്നും ഞാൻ ഒരിക്കലും, കാരണം ഞാൻ ആൺകുട്ടി എന്നുള്ള രൂപത്തിൽ നടക്കുന്ന സമയത്ത് എന്നെ സ്നേഹിച്ച് എനിക്ക് ഒരു കുറവും വരുത്താത്ത എൻ്റെ ഫാമിലിയാണ്. ആ ഫാമിലിയിൽ നിന്നുകൊണ്ടായിരിക്കും ഞാൻ എൻ്റെ കാഴ്ചപ്പാട് പറയുന്നു, ഞാൻ ഇത്രയധികം ഈ പറയുന്ന ആക്സെപ്റ്റൻസ് ജനങ്ങൾ ഇന്ന് എനിക്ക് തരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ ഞാൻ കാണിച്ചത് ആ ഫാമിലിയിൽ വളർന്നത് കൊണ്ടായിരിക്കാം. അതെ. അപ്പം അവരുടെ കാഴ്ചപ്പാടൊക്കെ തികച്ചും അവരുടെ കാഴ്ചപ്പാടല്ല, സമൂഹം അവർക്ക് കൊടുക്കുന്ന വേദനകളുണ്ട്. ഒരു പച്ചയായ മനുഷ്യന്മാരാണ് അവർ ഈ ഒരു ഇത് കൊണ്ട് അവർക്ക് കിട്ടുന്ന ഒരു വേദന കാരണം എന്നെ വെറുപ്പാണോ ഇനി വെറുപ്പിലൂടെ സ്നേഹമാണ് എന്താണെന്ന് അവരുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ സഹോദരങ്ങളെ കണ്ടിട്ട് ഇപ്പം എത്ര വർഷമായി? സഹോദരങ്ങളെ കണ്ടിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഇത്തമാരെ കാണാറുണ്ട്, പിന്നെ ഏട്ടന്മാരെയൊന്നും അങ്ങനെ ആരെയും കണ്ടിട്ടില്ല. കാണുമ്പോൾ മുഖം തിരിച്ച് നടക്കുവോ? ഇല്ല. ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ ഇത്താടെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഏട്ടൻ എന്താ പറയുക, ജനൽ കൂടെ എന്നെ കണ്ടിട്ട് കണ്ണിൽ വെള്ളം നിറച്ച് വണ്ടി എടുത്ത് അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം ചേർത്ത് പിടിച്ചത് ഉമ്മയല്ലായിരുന്നു? ഓ തീർച്ചയായിട്ടും ഉമ്മയാണ്.
പണ്ട് തൊട്ടേ ഉമ്മ എൻ്റെ അടുത്ത് വന്ന് ഞാനിങ്ങനെ ഒരു ജഡ്ജിങ് പാനലിൽ ഇരിക്കുന്ന സമയത്തും നമ്മുടെ സ്റ്റേഷനിലൊക്കെ നമ്മൾ ചെറിയ വർക്ക് ഇങ്ങനെ സഹായത്തിന് എൻ്റെയൊക്കെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഇരുന്ന് കരയുക എന്നല്ലാണ്ട് അതിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് അതിനറിയാം. എന്തിനാ കുട്ടി ഇങ്ങനായേ അങ്ങനെ നടന്നാൽ പോലെ. അപ്പം ഇതെല്ലാം ഞാനല്ല കേൾക്കേണ്ടത്, ഇതെല്ലാം ഞാൻ ഇതന്നെ പറയാറുള്ളൂ. ഇന്ന് ഞങ്ങൾ കണ്ടറിഞ്ഞ ജനങ്ങൾ സ്വീകരിച്ച ഒരു ആക്ട്രസ് മോഡൽ റിയാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഒരു പുരുഷനിൽ നിന്ന് സ്ത്രീയിലോട്ട് മാറിയ കഥ എന്തായിരുന്നു? അയ്യോ, അത് ഈ ഇൻ്റർവ്യൂവിലൊന്നും തീർക്കാൻ പറ്റുന്നില്ല നമുക്ക്. അങ്ങനെ പുരുഷനെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പം ഒരു നിശ്ചിത ഒരു പ്രായമാകുന്ന സമയമാകുമ്പോഴത്തേക്കും സമൂഹം അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കല്യാണം എന്നുള്ളൊരു ഇതിലേക്ക് കൊണ്ടുവരുവാണ്. നമ്മളെന്താണെന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതെപ്പോഴാണ് മനസ്സിലായത്? എപ്പോഴാണ് അതോടൊപ്പം എനിക്ക് മാറണമെന്ന് തോന്നിയത് എപ്പോഴാണ്? ഒരു 10-21 വയസ്സായ സമയത്താണ് എനിക്കൊരു പെൺകുട്ടീനെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ആ ഒരു ടെൻഡൻസി ഒന്നും അല്ല എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലാക്കിയത്. അതിനുശേഷമാണ് ഞാൻ ഇങ്ങനെ മാറിയത്. അതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ഈ പറയുന്നൊക്കെ എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ജനങ്ങൾ പറയാണ് നീ കല്യാണം കഴിക്കണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുകയാണ്. കല്യാണം കഴിക്കുന്നവരെ ഇവരെ കല്യാണം ആഘോഷിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ ഇവർ കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള ജീവിതം എന്തായിരിക്കും ഇവരെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? തീർച്ചയായിട്ടും. ആ കുട്ടിയുടെ ലൈഫ് എന്തായിരിക്കും ഇവർ ചിന്തിക്കുന്നില്ല? ഈ പറയുന്ന ഒരാളും തന്നെ അവരുടെ കുടുംബത്തിൽ നിന്ന് എനിക്കൊരു പെണ്ണ് കെട്ടിച്ചു തരില്ല. ഇല്ല. ഇനി പെണ്ണല്ല വേറൊരാൾക്കാണെങ്കിൽ ഇങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കെട്ടിച്ചു കൊടുക്കില്ല. അതിനെ മര്യാദയ്ക്ക് ആ പെൺകുട്ടിനെ നോക്കാനും അവൾക്ക് വേണ്ടത് കൊടുക്കാനും സാധിക്കുമെങ്കിൽ മാത്രമല്ലേ നമുക്ക് പെണ്ണ് കെട്ടാൻ പറ്റുള്ളൂ. അതെ, വിവാഹത്തിന് അർത്ഥം അതാണല്ലോ. അതല്ലേ ജീവിതകാലം മൊത്തം ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളത് ചിന്തിക്കുന്നത്. ഇത് എന്താണ് നമുക്ക് പിന്നെ ആ പെണ്ണിനെ അവൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റിയില്ല, പിന്നെ നമ്മൾ കെട്ടുന്നതിൽ എന്താ അർത്ഥമുള്ളത്? പിന്നെ ഈ സമൂഹം പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ശരിക്കും അത് ചെയ്യാണ്ടിരിക്കുമ്പോൾ അത് ചെയ്യാണ്ട് ഞങ്ങളായിട്ട് ജീവിക്കുന്ന ഇതിനെയല്ലേ ശരിക്കും റെസ്പെക്റ്റ് ചെയ്യേണ്ടത്? ഇതിനെയല്ലേ സമൂഹം ശരിക്കും ഏറ്റെടുക്കേണ്ടത്? അതെ, അതായത് റിയ പറയുന്നത് ഒരുപക്ഷെ ഞാൻ സമൂഹത്തിൻ്റെ വാക്ക് കേട്ട് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് ഞങ്ങളുടെ കുടുംബം കൊഞ്ഞാട്ടയായി പോകും. തീർച്ചയായിട്ടും. എത്ര ആൾക്കാരുടെ ഡൈവോഴ്സ് ആയി പോകുന്നു അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. 100%. ഒരു 100 കണക്കിന് ആൾക്കാർ. എൻ്റെ കൂടെ പഠിച്ച് വളർന്ന ഒരു പയ്യൻ തന്നെ കല്യാണം കഴിച്ച് 2 മാസം കൊണ്ട് ഡൈവോഴ്സ് ആയി പോയിട്ടുണ്ട്. ഈ സെയിം കാറ്റഗറിയിൽ പെടുന്ന ആളാണ്. പക്ഷെ അയാളുടെ ഡിക്ലെയർ ചെയ്യാൻ അയാൾ റെഡിയല്ല. പക്ഷെ അതങ്ങനെ ഡിക്ലെയർ ചെയ്ത് ഞാൻ എന്താണെന്ന് തിരിച്ചറിവോടുകൂടി ഞാൻ പച്ചയായിട്ട് ഞാൻ കാര്യങ്ങൾ സംസാരിക്കട്ടെ. അതാ ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പം ഒരു വ്യക്തി ഒരു ലേഡി ആവുകയാണെന്ന് വിചാരിക്കും. എനിക്കിപ്പോൾ എൻ്റെ ഒരു മറ്റു കാറ്റഗറി അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ മറ്റ് അതൊന്നിനൊക്കെ ഫീലുകളും എനിക്കറിയില്ല. എൻ്റെ ഫീലാണ് ഞാൻ പറയുന്നത്. LGBTIQ എന്ന് പറയുന്ന ഇതിൽ പല ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. അവരുടെയൊക്കെ മാനസത്തിൻ്റെ അവരെയൊക്കെ ഞാൻ ബഹുമാനിക്കുന്നു. അതൊന്നുമല്ല, ഇതിപ്പോൾ എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഒരു കാര്യം എനിക്കറിയുന്ന കാര്യം എൻ്റെ അനുഭവിച്ച കാര്യം ഞാൻ സംസാരിക്കുന്നു. ഒരു വ്യക്തിക്ക് നമുക്ക് ജനിച്ച ആ സമയം തൊട്ട് തന്നെ പെണ്ണിൻ്റെ ആറ്റിറ്റ്യൂഡും പെണ്ണിൻ്റെ മാനസികാവസ്ഥ ഇതെല്ലാം ഉണ്ട്. നമ്മൾ കാഴ്ചപ്പാടുകളും എല്ലാം പെണ്ണിനെ പോലെ തന്നെ ഒക്കെയാണ്. നമ്മുടെ ലിംഗം വരെ നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് കണ്ണാടീൻ്റെ മുമ്പിൽ നമ്മൾ ആഗ്രഹിക്കുന്നു, ഇത് കാണുമ്പം ഇതാക്കുന്നു, അതിൽ ആസ്വദിക്കുന്നു. ഇതൊക്കെ ഇങ്ങനത്തെ ഇതിനിപ്പം പലരും പറയും അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ്. അജിൻ സ്വാഭാവികമായിട്ടും അജിൻ എന്നെ കാണുന്ന രീതിയിൽ മുഖത്തു നിന്ന് കാണുന്ന ഒരാളല്ല, ബാക്കിൽ നിന്ന് ഒരാൾ കാണുന്നത്. അതെ അല്ലേ? അപ്പം നമ്മുടെ ആംഗിളുകളും നമ്മുടെ ചിന്താഗതിയിലും ഇത്രയും കോടാനുകോടി ആളുകളുള്ള സ്ഥിതിക്ക് ഇത്രയും ആളുകളുടെയും വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികളൊക്കെ. എൻ്റെ ചിന്താഗതി എന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു ലിംഗം അവിടെ ഉള്ളത് കൊണ്ട് ഒരു ഉപയോഗം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പം ഒരു മനുഷ്യന് ഒരു പുരുഷൻ പക്കാ പുരുഷൻ എന്ന് പറയുന്നത് ഒരു ലേഡീനെ ഫക്ക് ചെയ്ത് കൊടുത്തിട്ടായിരിക്കും അയാൾ സെക്സ് ആസ്വദിക്കാറില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടൈപ്പിലായിരിക്കും നോർമലി ഇത് പറയുകയാണെങ്കിൽ ഞാൻ. അപ്പം ആ ഒരു ടെൻഡൻസിയാണ് ജനങ്ങൾക്ക് ഉണ്ടാവുന്നത്, ഒരു പുരുഷനുണ്ടാവുന്നത്. അതുപോലെ നോർമലി ഒരു പുരുഷനെ കൊണ്ടുപോയിട്ട് സർജറി ചെയ്താൽ ഒരു നിമിഷം പോലും ആ വ്യക്തി ജീവിച്ചിരിക്കില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് ഡിപ്രഷൻ വരും, അവരുടെ സെക്സ് മൈൻഡ് ഭയങ്കര അസെക്ഷൽസ് അല്ലാത്ത ആൾക്കാർക്കൊക്കെ നോർമലി ഒരു പുരുഷൻ എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ നല്ല നീ പുരുഷനാണ്, പുരുഷ ശരീരത്തിൽ ജനിച്ചവനാണ്, അങ്ങനെ തന്നെ ജീവിച്ചാൽ മതി എന്ന് പറയുന്ന ഒരാൾ അവരുടെ മാനസികാവസ്ഥയ്ക്ക് ജീവിക്കുക എന്നല്ലാതെ അവരുടെ എന്താണോ അവർക്ക് ആഗ്രഹിക്കുന്നത് അതുപോലെ ജീവിക്കുക എന്നല്ലാതെ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ഒരു ഫക്കിംഗ് ടെൻഡൻസിയൊക്കെ ആണ് ഉള്ളത് എങ്കിൽ അയാൾ കൊണ്ടുപോയി സർജറി ചെയ്താൽ
തീർച്ചയായും ഡിപ്രഷൻ വന്ന് മരിക്കും. അതെ. അപ്പോൾ ഒരിക്കലും അഭിനയിച്ച ഒരു സർജറിയിലേക്ക് നമ്മുടെ കംപ്ലീറ്റ്ലി ജെൻഡറാണ് മാറുന്നത്. അപ്പോൾ റിയ ചില കമൻറ്റുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, നിങ്ങൾ പുരുഷനായിട്ട് ജനിക്കുന്നു, നിങ്ങൾ തന്നെ തീരുമാനമെടുത്ത് സ്ത്രീയിലോട്ട് മാറുന്നു, അതെന്താ പ്രശ്നമെന്നാണ് ചോദിക്കുന്നേ. അത് തീരുമാനം എങ്ങനെയാണ്? ഒരു തീരുമാനം എന്നല്ല, നമ്മൾ എന്താണ് നമുക്ക് സ്വയം മനസ്സിലാക്കി. ഇപ്പം നമ്മളെന്താ ചിന്തിക്കുന്നത്, ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഒരു ആംഗിളിൽ നിന്ന് ഒരു മനുഷ്യൻ കാണുന്നത് മറ്റേ ആളും അതേ ആംഗിളിൽ നിന്ന് തന്നെ കാണണം എന്ന് പറയുന്നതാണ്. അവിടെയല്ലേ തെറ്റ്? എൻ്റെ സിറ്റുവേഷനും എൻ്റെ അവസ്ഥയും എന്താണെന്ന് എനിക്കറിയാം. അപ്പം അതിനനുസരിച്ചല്ലേ ഞാൻ ജീവിക്കാൻ പറ്റുള്ളൂ. എത്ര കാലം അഭിനയിച്ച് നടക്കാൻ പറ്റും? അങ്ങനെ അഭിനയിച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല. ഉണ്ട്, കൂടുതലല്ലേ? കൂടുതൽ അഭിനയിച്ചിട്ടുണ്ട്. അത് സിനിമയിൽ 1-2 മണിക്കൂർ നമുക്ക് അഭിനയിക്കാൻ പറ്റും. അതിനപ്പുറത്തേക്ക് ലൈഫിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ ഇത്രയും ഏട്ടന്മാർ, ഇത്രയും സ്നേഹവും ഭയങ്കര അബ്യൂസ് ഉണ്ടായിരുന്നു എന്നൊക്കെ നേരത്തെ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നോട് പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിട്ടില്ല. അങ്ങനെയൊന്നും ഇല്ലാത്ത എൻ്റെ കുടുംബത്തിലും എനിക്ക് കല്യാണത്തെക്കുറിച്ചും വളരെയധികം ചിന്താഗതികളും കാര്യങ്ങളും ഒക്കെ ഉള്ളതായിരുന്നു എൻ്റെ കുടുംബത്തിൽ. അപ്പോൾ അതിനെയൊക്കെ മറികടന്ന് ഞാൻ ഇങ്ങനെ മാറണമെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്ക് ഒരു പെൺകുട്ടിയുടെ ലൈഫ് തകർക്കരുതെന്നുള്ള എന്താ പറയുക, അത്രയും ഇതുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ആയത്. ഒരു ഉൾനാട്ടുകാരി, ഒരു സാധാരണ കുടുംബം, സന്തോഷകരമായ കുടുംബം, പുരുഷനായിട്ട് ജനിക്കുന്നു, പിന്നെ സ്ത്രീയിലോട്ട് മാറുന്നു. ഇതൊരു ഉമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഉമ്മ എന്തോരം വേദനയ്ക്കുണ്ടാവും എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ആ ഉമ്മയ്ക്ക് ഞാൻ കൊടുത്ത മറുപടിയാണ് ഇന്ന് ഞാൻ മറ്റ് എൻ്റെ ബ്രദേഴ്സിനെക്കാട്ടും എങ്ങനെയാണ് ഒരാൾ ജീവിതത്തിൽ എങ്ങനെ വന്നാലും ആ കുട്ടി എങ്ങനെ ജീവിച്ച് കാണിക്കുന്നു എന്നുള്ളത് കാണിച്ചു കൊടുക്കാനുള്ള ആ ഉമ്മ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിന് ഹാപ്പിനെസ് സന്തോഷിക്കാം. പിന്നെ എന്തായാലും ഉമ്മയുടെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ളൊക്കെ കുറേ വേദനകളുണ്ടാവും, പക്ഷെ സ്വാഭാവികമായിട്ടും. പക്ഷെ എന്നാലും ആ കുട്ടി അങ്ങനത്തെ രീതിയിൽ ജീവിക്കുന്നുണ്ടല്ലോ എന്നുള്ള അഭിമാനിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തു. ഒരു വ്യക്തിക്ക്, ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരു വ്യക്തിക്ക് എങ്ങനെ അറിയാം എങ്ങനെയാണ് ആ കുട്ടി അവർ ജീവിക്കേണ്ടത് എന്നുള്ള രീതിയിൽ ജീവിക്കുക. അവിടെ നമ്മൾ സക്സസ് ആയി കാണിച്ചു കൊടുക്കുമ്പോഴാണ് ആ ഉമ്മക്ക് അഭിമാനിക്കാൻ പറ്റുന്നത്. എനിക്കിങ്ങനെ മാറണം, അല്ലെങ്കിൽ ഞാൻ പുരുഷനല്ല ഉമ്മ, ഞാൻ സ്ത്രീയാണ് എന്ന് ഉമ്മയോട് പറയുമ്പോഴും ഉമ്മ ഇത് അക്സെപ്റ്റ് ചെയ്തിരുന്നോ? അല്ല, ഉമ്മ ചോദിക്കുന്നതല്ലോ, എത്തൊക്കെ ചോദിക്കുന്നത്, നിന്നെ സുന്നത്ത് ചെയ്തപ്പോൾ ഞാനല്ലേ കുളിപ്പിച്ചത്, നീ ആണായിരുന്നില്ലേ? അങ്ങനത്തെ ചോദ്യങ്ങൾക്ക് നമുക്കൊന്നും പറയാനില്ല. കാരണം ബോഡി ബേസ് ചെയ്തിട്ട് അങ്ങനെ തന്നെയാണ് ജനിച്ചത്. പക്ഷെ ആ ബോഡിയിലുള്ള പാർട്ടുകൾ നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരുപാട് ഡോക്ടേഴ്സിനെയും അതുപോലെ തന്നെ ഒരുപാട് ഉസ്താദുമാരെയൊക്കെ കണ്ടാം. ഈ പറയുന്ന ഉസ്താദുമാരാണെങ്കിലും ആരാണെങ്കിലും ഇങ്ങനെയുള്ള ഒരു കുട്ടീനെ ഞാൻ കൊണ്ടു കൊടുക്കാം, അവർ ലോകത്ത് എവിടെ കൊണ്ടുപോയിട്ടും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റി കൊണ്ടുവരാൻ പറ്റട്ടെ. പലരും അറിയും അങ്ങനെയാണ് ഹോർമോൺസുകൾ അടിച്ച് കയറ്റി ഹോർമോൺ അടിച്ചിട്ട് പുരുഷനാകിയാൽ പോരെ. ഇത് ഇവർ പറഞ്ഞു തരണോ? നമുക്കറിയില്ലേ അത് ചെയ്യണമെങ്കിൽ. റിയ പറഞ്ഞ ഞങ്ങൾ പൊട്ടരല്ല. തീർച്ചയായിട്ടും 100% ഞാൻ പൊട്ടനല്ല. എനിക്കത് പറയാൻ പറ്റും. ഞാൻ അങ്ങനത്തെ രീതിയിൽ എനിക്ക് ജീവിക്കാൻ പറ്റിയ 100%. ഇന്നിപ്പോൾ ഞാൻ സർജറി ചെയ്താലും എന്നെ ഒന്നും മാറ്റിയിട്ട് വേറെ രീതിയിൽ ഒരാൾ എന്നോട് വന്ന് പറയുകയാണ് ഞാൻ എൻ്റെ കുടുംബത്തിൽ കയറാൻ പറ്റും, എൻ്റെ ഏറ്റവും വലിയ സ്വർഗ്ഗം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കുടുംബം തന്നെയാണ് പറയുള്ളൂ. അപ്പോൾ അവിടേക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സാഹചര്യം എനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റുമെങ്കിൽ ഞാൻ പക്ഷെ എനിക്ക് ഇന്ന് എൻ്റെ ശരീരം മാറ്റി, എൻ്റെ മനസ്സ് അതേ രീതിയിൽ തന്നെ എൻ്റെ ശരീരം മാറ്റി, ഞാൻ ഇന്ന് ഒട്ടും ഒരു നിമിഷം പോലും ഞാൻ അതിൽ സങ്കടപ്പെടുന്നില്ല. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ് ഞാൻ എൻ്റെ ലൈഫിൽ. ഞാൻ ഒരു സ്ത്രീ, ആദ്യം നമ്മളൊരു ട്രാൻസ്പേഴ്സൺ എന്നുള്ള രീതിയിലേക്ക് മാറി, പിന്നെ അത് സർജറി ചെയ്തു, സ്ത്രീ എന്ന രൂപത്തിലേക്ക് അച്ചീവ്മെൻറ്റ്സിലേക്ക് കടന്നു. ഇനി പണം സമ്പാദിക്കുക എന്നുള്ളതാണ്. ഇനി ജീവിക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള സാഹചര്യ ഭദ്രത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്.